ഇത്രയും വലിയ ചെമ്പിൽ പാല് കാച്ചണമെങ്കിൽ എത്രത്തോളം ഇവിടെ ചായപ്രേമികളുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇത് ഒരു കടയിലെ അവസ്ഥയാണ്. ഇതുപോലത്തെ ഒരുപാട് കടകളാണ്. നമ്മളവിടെ ഇതുപോലത്തെ ചെമ്പിൽ ബിരിയാണിയാണ് ഉണ്ടാക്കുകയെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ് ചായ. രാവിലെ തുടങ്ങിയ ചായ കച്ചവടം രാത്രി 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും ഉണ്ടാവും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. രാത്രി ഏകദേശം 10 മണിയോട് കൂടിയിട്ട് എല്ലാ കടകളും അടക്കണമെങ്കിൽ കൂടി പോലീസുകാർ വരുന്നത് വരെ ഇവർ കാത്തു നിൽക്കും. വരുന്ന ടൈമിൽ അവർ പറഞ്ഞതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കുള്ളൂ. പോലീസുകാർക്കുണ്ടൊരു പ്രത്യേകത. പോലീസുകാർ ഏത് വണ്ടിയാണോ ഉപയോഗിക്കണത് അതിനാ ഒരു സൈനിങ് അലാറം ഉണ്ടല്ലോ, ആ അലാറം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അവർ ഒരു 100 മീറ്റർ 200 മീറ്റർ മുന്നിൽ തന്നെ ഇങ്ങനെ കടകൾ അടക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സൈനിങ് അങ്ങോട്ട് ഇട്ടും. പിന്നെ എല്ലാവരും മാറിക്കൊടുക്കണം എന്നുള്ളതൊക്കെ ഒരു സിസ്റ്റങ്ങളാണ് ഇവിടെയൊക്കെ കണ്ടുവരുന്നത്. ഇവിടെ 2 തരം കാറ്റഗറി ആളുകളാണ് കൂടുതലും കാണുന്നത്. ഇടത്തരം ആളുകളെ കാണാൻ സാധിക്കുന്നില്ല, പറ്റ നോർമലായിട്ടുള്ള ആളുകൾ, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആളുകൾ. ഇതുപോലത്തെ ചായക്കടകളാണ് കൂടുതലും കാണാൻ സാധിക്കാറ്. ഏതൊരു ചായക്കടയാണെങ്കിലും അതിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ ഒഴിഞ്ഞിരിക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഏകദേശം ഒരു 25-30 സെൻറ്റ് അല്ലെങ്കിൽ ഒരു അര ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഈ ഒരു ചായക്കടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്നത് വേറൊരു ചായക്കടയാണ്. അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ, ഓപ്പൺ ആയിട്ടില്ല. ഈ ഒരു ചായക്കടയിൽ ഇത്രത്തോളം ചായ പോകണമെങ്കിൽ എത്രത്തോളം ചായപ്രേമികൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ചായക്ക് റേറ്റ് വരുന്നത് 20 രൂപ 15 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ഉള്ള ചായയാണ് കേട്ടോ. ആ ചെറിയ ചെമ്പിൽ കാണുന്ന അതിലാണ് ഇവർ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതിലിങ്ങനെ തിളപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇറാനി ചായ എന്നാണ് ഈ ചായക്ക് പേര് പറയുന്നത്. ഇറാനി ചായയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഫ്ലാസ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമാവറിൽ ചായപ്പൊടി തിളപ്പിക്കുക. ആ ചായപ്പൊടി ആദ്യം ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ആദ്യം പാലെടുത്തതിന് ശേഷം പിന്നീട് ആ ചായപ്പൊടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ച് തരും എന്നുള്ളതാണ്. ആ ചായപ്പൊടി എടുക്കുന്നതിലും ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം അത് കുറുകിപ്പിക്കും. പിന്നീട് ആ കുറുകിയ ആ ഒരു ചായയുടെ ചണ്ടി ഉണ്ടല്ലോ, പൊടിയുടെ ചണ്ടി, അതൊരു തുണിയിലേക്ക് ഇങ്ങോട്ട് ഊറ്റിയിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു ലിക്വിഡ് മാതിരി വരുന്ന ആ ഒരു പാനീയമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സത്താണ് ഇതിൻ്റെ മേലേക്ക്, പാലിൻ്റെ മേലേക്ക് ഒഴിച്ച് തരിക, അല്ലെങ്കിൽ ആദ്യം പാലിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ നാട്ടിലെ സമാവർ ചായ പോലെ തന്നെ. പക്ഷേ ഈ ഒരു കുറുകിപ്പിക്കലുണ്ടല്ലോ, മാക്സിമം തിളപ്പിച്ച് കുറുകിപ്പിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത്രത്തോളം പാലും അതുപോലെ തന്നെ, പാലും ഈ ഒരു പൊടിയും രണ്ടും ഒരേപോലെ മാക്സിമം വേവിച്ച് കുറുകിപ്പിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചായക്ക് അത്രത്തോളം രുചി എന്നുള്ളതാണ്. പാലിലെല്ലാം തന്നെ പഞ്ചസാര കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇത് കുറുകിപ്പിക്കുന്നത് എന്നുള്ളതാണ്.